ഹലോ, നമുക്കിന്നൊരു വേറൊരു മാജിക്കായാലോ. നേരെ ഇൻഫൈനൈറ്റ് പെയിൻറ്ററിൽ പോകുക. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇതിനകത്ത് ഇതുപോലെ പാറ്റേൺ കാണുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചതുരം വരും. അത് നമ്മുടെ സ്ക്രീനിന് ഇഷ്ടാനുസരണം ഒന്ന് ഇത് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഫില്ല് ചെയ്യേണ്ട കളറ് ഞാനിവിടെ എടുത്തിരിക്കുന്ന യെല്ലോയാണ്. അപ്പോൾ യെല്ലോയും ബ്ലൂവും കൊണ്ട് എഴുതാനാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ. കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്തു, അപ്പോൾ അത് ഫില്ലാക്കി. ഇനി നമ്മളുടെ ബ്രഷും അതുപോലെ ബ്രഷ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബ്രഷ് നല്ലവണ്ണം തിരഞ്ഞെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കളറ് കണ്ടോ, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നല്ല കളറല്ലേ. ഞാൻ എടുത്തേക്കുന്ന ബ്രഷിൻ്റെ സൈസ് ഇതെന്ന് പറയുന്നത് കാലിഗ്രഫിയിൽ ഫ്ലോറലായിട്ടുള്ള സോഫ്റ്റ് ഫ്ലോറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രഷാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തേക്കുന്ന കളറ് ഡീപ്പ് ബ്ലൂ ആണ്. ഇതെന്ന് വെച്ച് നമുക്കൊന്ന് നമ്മുടെ ബാക്കി എല്ലാ സംഭവങ്ങളും കറക്റ്റ് ആണോന്ന് നോക്കട്ടെ. കാരണം നമുക്ക് ഒരു എഴുത്താകുമ്പോഴത്തേക്കും നല്ല ഭംഗി വേണ്ടേ. അപ്പോൾ അതിന് ചേരാൻ വേണ്ടിയിട്ടുള്ള കളറും അതുപോലെ എഴുത്തൊക്കെ ആയാലേ ഭംഗി. എഴുത്ത് നോക്കി നല്ല രസമുണ്ടായിരുന്നു. മലയാളമാണ് ഞാൻ ഇന്നിവിടെ എഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലായിട്ട് വരുന്നില്ലേ, നല്ല കളറും എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ടില്ലേ. നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാൻ കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണേ. അപ്പോൾ നമ്മൾ സ്ക്രീനോട് ഒന്ന് ഫിറ്റാക്കി. പിന്നെ നമ്മുടെ ബ്രഷിൻ്റെ സൈസ് ഇച്ചിരി കുഞ്ഞിതാക്കുന്നുണ്ട്. നമുക്കൊരു 3D എഫക്റ്റ് കിട്ടാൻ പാകത്തിനാണ് നമ്മളിവിടെ ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നി കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഞാനിത് ഒന്നുകൂടി ഒന്ന് 3D എഫക്റ്റ് തോന്നട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. വരച്ചിട്ട് ശരിയാവുന്നില്ല, നമ്മൾ വരയ്ക്കുന്ന പോലെ ഒന്നും വരുന്നില്ല. കണ്ട പകുതി ഒരിടത്ത് മടക്കി പോലെയൊക്കെ ഇരിക്കുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് എന്ത് വേണമെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ചാണ് ബാക്കിയുള്ള വരകളൊക്കെ അങ്ങനെ വരച്ചു. ലാസ്റ്റ് ഔട്ട്പുട്ട് നോക്കണേ, നല്ല ഭംഗിയില്ലെന്ന് നോക്കണേ. എല്ലാം നമ്മുടെ ബ്രഷ് വരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ, ആ കളറും എല്ലാം കൊണ്ടും അതിലെത്തിച്ചേർന്നങ്ങ് പോയി. ഫുള്ളെന്ന് എഴുതി കഴിയുമ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനൊരു രസത്തിന് വേണ്ടി മാത്രം എഴുതിയതാണ്. പക്ഷെ നല്ലൊരു സുഖമായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നില്ലേ. ഇതൊക്കെ ഒരു നേരം പോക്കാണ്, നാണ്ടിട്ടല്ല. ഇത് എനിക്ക് എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് ചുമ്മിരിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് മാത്രം ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ പാറ്റേൺ എന്ന് പറഞ്ഞൊരു ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം കാണിച്ചു തരാറ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ എന്താ പറയുക മാജിക് എന്ന് പറയുന്നത്. കണ്ടോ, എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ആ സ്ക്രീൻ ഫുള്ളും എനിക്കത് കിട്ടി. എന്താ ഇത്രത്തോളം ഉണ്ട്. എന്ത് ഭംഗിയാണല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാജിക് തന്നെയില്ലേ. ആ ഒരു ഒറ്റ എഴുത്തിൽ ഫുൾ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരികയുള്ളൂ കേട്ടോ. എനിക്കറിയത്തില്ലായിരുന്നു ഇത്ര നാൾ ഞാൻ ഇൻഫൈനൈറ്റ് പെയിൻറ്റർ ഉപയോഗിച്ചെങ്കിലും അറിയത്തില്ലായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു രസം ചുമ്മാരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ. കണ്ടോ, ഇതുപോലെ തന്നെ മാച്ച് കളയാനും പറ്റും. അപ്പോൾ ശരി.